ത്തിട്ടില്ല. ഹോസ്പിറ്റലിൽ വന്നാൽ ഫാർമസി എവിടെയാണെന്നോ ലാബ് എവിടെയാണെന്നോ ബില്ലിൻ്റെ സെക്ഷൻ എവിടെയാണെന്നൊന്നും ഒന്നും അറിയില്ല. എന്നിട്ട് പെങ്ങളെ നോക്കാൻ വന്നിരിക്കുന്ന 2 പൂങ്ങളന്മാർ എന്ന് പറയൂട്ടോ. അപ്പോൾ ശിവനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടല്ല ഈ റൂമിന് റെൻറ്റ് കൊടുക്കുന്നത്, ഇത് ഞങ്ങളാണ് പേ ചെയ്യുന്നതെന്ന് പറയൂട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, തൻ്റെ പ്രസംഗമൊക്കെ അവിടെ നിർത്ത്, അലീന എവിടെയെന്ന് ചോദിക്കൂ കേട്ടോ, എൻ്റെ മകൾ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശിവനാണെങ്കിലും പറയാണ്, തൻ്റെ മകള് തനിക്ക് നാണുണ്ടോ ഞങ്ങളുടെ മുഖത്ത് നോക്കി ഇത് പറയാനേന്ന് പറയും. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തിനാ നാണിക്കുന്നത്, അവൾ എൻ്റെ മകൾ തന്നെയാണ്, അവളെ ഞാൻ DNA ടെസ്റ്റ് നടത്തിയാണ് എൻ്റെ മകളായിട്ട് സ്വീകരിച്ചത് എന്ന് പറയൂ കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും ശിവൻ അങ്ങ് ദേഷ്യം വരും കേട്ടോ. എന്നിട്ട് ബാലേന്ദ്രനോട് പറയാണ്, മിണ്ടരുത് നീ, ഇങ്ങനെ ഞങ്ങളെ പെങ്ങളെ ഇത്രയും കാലം വഞ്ചിച്ചിട്ട് നീ കോപ്പിൽ ന്യായം പറയുന്നു എന്ന് ചോദിക്കും. അപ്പോഴേക്കും രാജീവൻ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയാണ്, തെരുവിൽ അലിഞ്ഞ് നടക്കുന്ന പട്ടികൾക്ക് പല സ്ഥലത്തും കുഞ്ഞുങ്ങൾ ജനിക്കും, പക്ഷേ അന്തസ്സുള്ള കുടുംബത്തിൽ കയറ്റി അവരെ മകളായിട്ടും മാനസപുത്രിയായിട്ടും വാഴിക്കാമെന്ന് നീ വിചാരിച്ചാൽ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, അയ്യോ രാജീവ് കുമാരാ, ഞാനങ്ങ് എൻ്റെ മകളായിട്ട് വാഴിച്ച് കഴിഞ്ഞല്ലോ എന്ന് പറയൂട്ടോ കളിയാക്കിക്കൊണ്ട്. അപ്പോൾ രാജീവനാണെങ്കിലും ബാലേന്ദ്രനോട് ചോദിക്കുകയാണ്, ചെറ്റത്തരം കാണിച്ചിട്ട് ഞങ്ങളെ കളിയാക്കുകയാണോ നീ, ഇങ്ങനെ ക്ഷമയുടെ നെല്ലിപ്പലക തകർന്നിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ, ഇനി കുടുംബത്തിൻ്റെ മാനം കാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഏതറ്റം വരെയും പോകും, അതിൽ ഞങ്ങൾ ഒരുത്തൻ ജയിലിൽ കിടക്കേണ്ടി വന്നാലും ശരിയടാ, ഞങ്ങളെ പെങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അതും ചെയ്യുമെന്ന് അറിയട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, കൈതക്കൽ മാളിക വീട്ടുകാർ അതും അതിനപ്പുറം ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അത് മനസ്സിലാക്കി തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, എൻ്റെ മോളെ എവിടെ അലീന എന്ന് ചോദിക്കും. അപ്പോൾ ശിവൻ പറയാണ്, നിൻ്റെ മോളെ ഞങ്ങൾ മടിക്കുട്ടിൽ എടുത്ത് വെച്ചിരിക്കുകയാണോ, ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ, നീ വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിക്കടാന്ന് പറയും. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇത് കുട്ടിക്കളിയല്ല, എൻ്റെ മോൾക്കൊരു പോറല്ലെങ്കിൽ ഏറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എന്തായാലും ദുബായിലേക്ക് സിംഗപ്പൂരിലേക്കൊന്നും പോകാൻ പോകുന്നില്ല എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഞാൻ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ പോവാണെന്ന് പറയുമ്പോൾ ശിവൻ പറയുന്നുണ്ടായിരുന്നു, നീ പോയി കംപ്ലയിൻറ്റ് കൊടുക്കടാ, നീ പറയുന്ന പോലീസിൻ്റെ അപ്പുറത്ത് പോലീസിനെ കണ്ടിട്ട് ഞങ്ങളിവിടെ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നിങ്ങൾക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ തന്നെ റെഡിയാക്കി തരാം, ദുബായിലേക്ക് സിംഗപ്പൂരിലേക്ക് നല്ല സെൻട്രൽ ജയിലിലേക്ക് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ രാജീവൻ പറയും, നീ എന്താന്ന് വെച്ചാൽ ചെയ്യടാന്നിട്ട്. അപ്പോൾ കാണാമെന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങുമ്പോൾ രാജീവൻ പറയാണ്, കഴിഞ്ഞ 22 വർഷമായിട്ട് നീ ഞങ്ങളുടെ പെങ്ങളെയും ഞങ്ങളെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലടാ, മറ്റൊരു സ്ത്രീയുമായിട്ട് അഴിഞ്ഞാടി നടന്ന് അതിലൊരു കുഞ്ഞിനെയും ജനിപ്പിച്ചിട്ടല്ലടാ നീ ഞങ്ങളുടെ പെങ്ങളുടെ കഴുത്തിൽ താലി കെട്ടിയത്, അപ്പോൾ ചതിയൻ വഞ്ചകൻ എന്നൊക്കെ പറയൂട്ടോ. അപ്പോൾ നീ ചെയ്ത ഈ കാര്യം ഞങ്ങളങ്ങ് നിസ്സാരമായിട്ട് ക്ഷമിച്ച് തരുമെന്നാണോ നീ വിചാരിച്ചത്, നീ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ, നീയും നിൻ്റെ മകളും എന്ന് അറിയൂട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ അങ്ങ് ദേഷ്യം വരും. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, ചതിയുടെയും വഞ്ചനയുടെയും കഥ പറയുമ്പോൾ എനിക്കും തിരിച്ചങ്ങോട്ടൊരു കഥ പറയാനുണ്ട് എന്ന് പറയുമ്പോൾ ശിവൻ അവിടെ നിന്ന് വന്നിട്ട് പറയുകയാണ്, തൻ്റെ കഥയൊന്നും ഇവിടെ ആർക്കും കേൾക്കണ്ടടോ എന്ന് പറയും. അപ്പോൾ ബാലേന്ദ്രൻ അങ്ങ് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ടായിരുന്നു, കേൾക്കണടോ, താൻ കേൾക്കണം, തൻ്റെ ചെവിയിലേക്ക് അടിച്ച് കയറ്റി തരും ഞാനെന്ന് പറയും കേട്ടോ. അപ്പോൾ രാജീവൻ പറയാണ്, തനിക്ക് എന്ത് കോപ്പോ പറയാനുള്ളത് പറയടോ എന്ന് പറയും. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, പണ്ട് കൊല്ലപ്പള്ളിയിൽ നിന്ന് ഒരു പെണ്ണ് ആഗ്രയ്ക്ക് പോയി, ഒരു 2-2.5 വർഷക്കാലത്തോളം അവൾ അവിടെ താമസിച്ചു, അതിൻ്റെ ഇടയിൽ അവളൊരു പട്ടാളക്കാരനുമായിട്ട് സ്നേഹത്തിലായി, അവനുമായിട്ട് കുറേ കാലം അങ്ങ് ഒരുമിച്ച് ജീവിച്ചു. അപ്പോൾ വീട്ടുകാർ അവിടെ കൊണ്ടുവരാൻ ചെല്ലുന്ന സമയത്താണ് അവൾ പൂർണ്ണ ഗർഭിണിയാണെന്ന് മനസ്സിലായത്. അപ്പോൾ അവളെ പെട്ടെന്ന് തന്നെ തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്തേക്ക് മാറ്റി. എന്നിട്ട് അവിടുന്ന് 2 ആഴ്ച കഴിഞ്ഞ് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അവളുടെ ഡെലിവറി രഹസ്യമായിട്ട് നടത്തി. അതിനുശേഷം ആ കുഞ്ഞിനെ ഒരു ഓർഫനേജിൽ ഏൽപ്പിച്ച് അവളെ തിരികെ കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുവന്നു. 1 വർഷം കഴിഞ്ഞിട്ട് അവളുടെ കല്യാണം അവളുടെ വീട്ടുകാരും ആങ്ങളമാരും എല്ലാം കൂടി ചേർന്ന് ഗംഭീരമായിട്ട് അങ്ങ് നടത്തി. ആ പെണ്ണിൻ്റെ പേരറിയണ്ടേന്ന് പറയട്ടോ. എന്നിട്ടാണ് വൈജയന്തി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ബാക്കി കൂടി അങ്ങ് പറയാം. അവളുടെ കഴുത്തിൽ താലി കെട്ടിയ ഹതഭാഗ്യനാണ് നെടുമ്പരയ്ക്കൽ ബാലചന്ദ്രമേനോൻ എന്നിങ്ങനെ പറയേ. അപ്പോൾ രണ്ടുപേർക്കും പിന്നെ തിരിച്ചൊന്നും പറയാനില്ല കേട്ടോ. ബാലേന്ദ്രനാണെങ്കിലും ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു, ഞാൻ ഇത്രയും കാലം ഭാര്യേനെ വഞ്ചിച്ചു എന്ന് പറഞ്ഞ് ഉറഞ്ഞു തുള്ളിയ രാജീവ് തമ്പുരാനിപ്പോൾ ഒന്നും മിണ്ടാനില്ലേ, ഒന്നും ചോദിക്കാനില്ലേ, എന്താ സിംഗപ്പൂർ മേനോൻ്റെ വായിൽ പഴമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവനാണെങ്കിൽ ബാലേന്ദ്രനോട് പറയുകയാണ്, നീ വല്ലവരും പറയുന്നത് കേട്ടിട്ട് എന്ന് പറയും. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, വല്ലവരോ, റിട്ടയർഡ് ലെഫ്റ്റനന്റ് കേണൽ നിങ്ങളുടെ ആരാ, നിങ്ങൾ ഒരേ തന്തയ്ക്ക് പറഞ്ഞവർ തന്നെയല്ലേ, അല്ലെങ്കിൽ പറയും അമ്മയ്ക്ക് അറിയുള്ളൂ എന്ന് പറയുമ്പോൾ ശിവന് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ബാലേന്ദ്രൻ പറയുകയാണ്, നീലഗിരിയിലെ വീട്ടിലും ഹോട്ടൽ റൂമിലും വെച്ചിട്ട് ഗംഗേട്ടൻ എന്നോട് തുറന്നു പറഞ്ഞിട്ടുള്ള സത്യങ്ങളാണ് ഇതെല്ലാം എന്നിങ്ങനെ പറയൂ കേട്ടോ. പിന്നീട് രാജീവിൻ്റെ അടുത്ത് വന്നിട്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താടാ നിൻ്റെ ചോര തിളയ്ക്കുന്നില്ലേ ഇപ്പോൾ എന്ന് ചോദിക്കും കേട്ടോ. രാജീവനാണെങ്കിലും മിണ്ടാതെ തല താഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ ഗംഗേട്ടൻ സത്യമെല്ലാം ബാലേന്ദ്രനോട് പറഞ്ഞിട്ടുണ്ടെന്ന് അവർക്ക് അറിയില്ലായിരുന്നല്ലോ. അപ്പം അതിൻ്റെ ഒരു ഞെട്ടിൽ നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, ലോകത്തിൽ ആദ്യമായിട്ട് സദാചാരം ഞാനാണ് തെറ്റിച്ചെന്നുള്ള രീതിയിലാണല്ലോ നീയൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങളുടെ പെങ്ങൾ വ്യഭിചരിച്ചതും പ്രസവിച്ചതും എല്ലാം
മറച്ചു വെച്ച് ഇങ്ങനെ കല്യാണം നടത്താൻ മുൻപന്തിയിൽ നിന്നത് നീയായിരുന്നല്ലോ. എന്തായാലും ഒരു കാര്യം സമ്മതിച്ചേ പറ്റുള്ളൂ, നിങ്ങളുടെ പെങ്ങളുടെ അഭിനയം. അവളുടെ മുന്നിൽ നീയൊക്കെ വെറും ശിശുവാണ്. കഴിഞ്ഞ 23 വർഷം അവൾ പതിവ്രതയായിട്ടുള്ള ഭാര്യയായിട്ട് എൻ്റെ മുന്നിലൂടെ ഞെളിഞ്ഞ് നടന്നു. ഒരിക്കൽ സ്നേഹിച്ചവനെ വഞ്ചിക്കുകയാണ് എന്നുള്ള ആ ഒരു ബോധം പോലും ഇല്ലാതെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്തായാലും ഇനി ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ പോലീസിൻ്റെ കൊമ്പത്ത് പിടിച്ചാൽ ഞാൻ ക്യാബിനറ്റിൻ്റെ കൊമ്പത്ത് പിടിക്കും എന്ന് പറയുന്നുണ്ട്. എൻ്റെ മകളെ ഒരു പോറൽ പോലും ഏൽക്കാതെ എനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ ഇതെല്ലാം ഞാൻ ചെണ്ട കൊട്ടി വിളംബരം ചെയ്യും. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങി പോകും കേട്ടോ. പിന്നീട് നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. കൃഷ്ണമോളോട് വണ്ടിയിൽ ഇരിക്കാൻ പറയട്ടോ. മോൾക്ക് പേടിയൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണ ഇല്ല എന്ന് പറയും. എന്തായാലും ഞാനിങ്ങനെ സീന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ കംപ്ലൈൻ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം അതൊക്കെ കൊണ്ട് അങ്ങ് ചെല്ലു കേട്ടോ. അപ്പോൾ CI ആണെങ്കിലും ബാലേന്ദ്രനെ അറിയുന്ന ആൾ തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, വൈജയ്ക്ക് ആക്സിഡൻറ്റ് സംഭവിച്ച സമയത്ത് ഇങ്ങനെ രക്ഷാപ്രവർത്തനത്തിലൊക്കെ മുന്നിൽ നിന്നിട്ടുള്ള ആളായിരുന്നു കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, സാറാണ് അന്നിങ്ങനെ വൈഫിനെ ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് ഇങ്ങനെ രക്ഷാപ്രവർത്തനത്തിലൊക്കെ മുന്നിൽ നിന്നതെന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ സാറിനെ കണ്ടൊരു പ്രത്യേക നന്ദി പറയാനിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നതെന്ന് പറയും. വൈഫിനെ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടിയൊക്കെ മെച്ചപ്പെട്ട് വരുന്നുണ്ട് എന്നൊക്കെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. പിന്നീട് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ മകളെ കാണാനില്ല എന്ന് പറയേ. അപ്പോൾ അതെന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നാണ് കാണാനില്ലാതായത്, അവളിങ്ങനെ തട്ടിക്കൊണ്ട് പോയതാവാനാണ് സാധ്യത എന്ന് പറയുന്നുണ്ട്. അപ്പോൾ CA ചോദിക്കുന്നുണ്ട്, ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും സംശയം ഉണ്ടോ എന്ന്. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ വീട്ടുകാരെ തന്നെയാണ് സംശയം എന്ന് പറയട്ടെ. അപ്പോൾ അവരെന്ത് ചെയ്യാനാന്ന് പറയുമ്പോൾ ഞാൻ എല്ലാം പരാതിയിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, അതൊന്ന് വായിച്ച് നോക്കണം എന്ന് പറയും. അപ്പോൾ CI പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ വേണ്ട ആക്ഷൻ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രനെ തിരിച്ചയക്കും കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, അവളെ തട്ടിക്കൊണ്ട് പോയതാവാനാണ് സാധ്യത, അതുകൊണ്ട് തന്നെ ഇങ്ങനെ അവളെ എവിടേക്ക് മാറ്റാനുള്ള സാധ്യതയുണ്ട്, പെട്ടെന്ന് തന്നെ ഒരു ആക്ഷൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ ബാലേന്ദ്രനെ അവിടുന്ന് പോകുന്നത്. പിന്നീട് ഗംഗേട്ടൻ ഹോട്ടൽ റൂമിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നത്. രാജീവാണ് വന്ന് ഡോറ് തുറക്കുന്നത്. ഓ, ഗംഗേട്ടനോ ഇത്ര പെട്ടെന്ന് എത്തിയോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ശിവനില്ലേന്ന് ഗംഗേട്ടൻ ചോദിക്കുന്ന സമയത്ത് ഇല്ല, പുറത്തു പോയതാണ്, ഇപ്പോൾ വരും, ഗംഗേട്ടൻ കയറി വാന്ന് പറഞ്ഞ് രാജീവനകത്തേക്ക് വിളിക്കുക. അപ്പോൾ ഇങ്ങോട്ടുള്ള റൂട്ട് എങ്ങനെ കിട്ടിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. രാജീവനാണെങ്കിലും ഗംഗേട്ടനോട് അപ്പം മനു പറഞ്ഞു തന്നു എന്ന് പറയും. ഓ, അപ്പോൾ അവനാണല്ലേ ഗംഗേട്ടൻ്റെ ഈ വരവിൻ്റെ പുറകിൽ എന്ന് പറയുമ്പോൾ ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു, നീയൊക്കെ ഇവിടെ എന്താ കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്നത്, തലയ്ക്ക് എന്തെങ്കിലും ഒരു ബോധം വേണ്ടേ എന്നൊക്കെ ചോദിക്കട്ടെ. അപ്പോൾ രാജീവൻ പറയാണ്, ബാലേന്ദ്രൻ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചതെന്ന് ഗംഗേട്ടന് അറിയില്ലേ, അവന് വൈജനെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഒരു രഹസ്യബന്ധം, അതിലൊരു മകള്, ഇതൊക്കെ എങ്ങനെ വൈജ സഹിക്കും എന്നൊക്കെയാണ് കേട്ടോ ഗംഗേട്ടനോട് രാജീവൻ ചോദിക്കുന്നത്. അപ്പോഴേക്കും ശിവനാണെങ്കിൽ തിരിച്ച് റൂമിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ബാറിലേക്കോ മറ്റോ പോയതാണ്. ഗംഗേട്ടൻ ശിവൻ വരുന്നത് കാണുമ്പോൾ തന്നെ എവിടേക്കാണ് പോയതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഓ, ഗംഗേട്ടൻ എത്തിയോന്ന് ആദ്യം ശിവനാണ് ചോദിക്കുന്നത്. അപ്പോഴാണ് ഗംഗേട്ടൻ ചോദിക്കുന്നത്, നീ എങ്ങോട്ടാണ് പോയതെന്ന്. അപ്പോൾ ഞാൻ ബാറിലേക്കൊന്ന് പോയതാണ്, ഇവിടെ ഇരുന്നിട്ട് ആകെ ടെൻഷനാണ്, രണ്ടെണ്ണം അടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് എന്ന് പറയും. എന്നിട്ട് മാലതി എടുത്ത് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഗംഗേട്ടനോടാണെങ്കിലും. അപ്പോൾ പറയും, അവൾ ഇങ്ങനെ മകളുടെ അടുത്തേക്ക് പൂനെയിലേക്ക് പോയി എന്ന് പറയും. അപ്പോൾ ഒറ്റയ്ക്കാണല്ലേ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ശിവൻ പറയാണ് കേട്ടോ. അപ്പോൾ ഗംഗേട്ടനാണെങ്കിലും ശിവനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്കെങ്കിലും ഒരു സാമാന്യ ബോധം വേണ്ടേ, രാജീവ് പണ്ടേ ചൂടനാണ്, അവൻ്റെ കാര്യം വിട്, ഇനിയിപ്പോൾ വൈജയനെ ബാലേന്ദ്രൻ പറ്റിച്ചു തന്നെ ഇരിക്കട്ടെ, അവളാരാ, അവൾ ഒരുത്തൻ്റെ കൂടെ ജീവിച്ച് അവൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ പ്രസവിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ കഥയൊന്നും നിങ്ങൾക്ക് അറിയാത്തതല്ലല്ലേ, ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ബാലേന്ദ്രനെ ചോദ്യം ചെയ്യുന്നത് നിൻ്റെയൊക്കെ മൊറാലിറ്റി എന്തുവാടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഗംഗേട്ടനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ പെങ്ങൾക്ക് കല്യാണത്തിന് മുന്നേ മറ്റൊരുത്തൻ്റെ കൂടെ കഴിയാം, അതുപോലെ തന്നെ അവൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാം, ബാലേന്ദ്രൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ തട്ടണം, എന്തുവാടാ ഇത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ആദ്യം നമ്മളിൽ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കണം, മൊറാലിറ്റി എത്തിക്സ് എന്നൊക്കെ പറയുന്ന പോലെ ആദ്യം അത് നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് നോക്കണം, എന്നിട്ട് വേണം മറ്റുള്ളവരെ പഴിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ വൈജയുടെ കഥ ബാലേന്ദ്രനെ അറിയുന്നത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നല്ലോ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഗംഗേട്ടനാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, ഓ, വൈജയുടെ ആഗ്രയിലെ കഥ ബാലേന്ദ്രനെ അറിയില്ലായിരുന്നെങ്കിൽ വൈജയനെ വിശുദ്ധയാക്കായിരുന്നു അല്ലേ എന്ന്. അപ്പോൾ രാജീവൻ ചോദിക്കുകയാണ്, ഗംഗേട്ടനല്ലേ വൈജയുടെ ആഗ്രയിലെ സ്റ്റോറി എല്ലാം അവന് പറഞ്ഞു കൊടുത്തത്, വല്ല കാര്യം ഉണ്ടായിരുന്നോ ഇതെല്ലാം അവനോട് വിസ്തരിക്കേണ്ടേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഗംഗേട്ടൻ ഒറ്റ ഒരാളാണ് വൈജയനെ ഒറ്റി കൊടുത്തതെന്ന് പറയും. എന്നിട്ട് രാജീവ് ചോദിക്കുന്നുണ്ടായിരുന്നു, ബാലേന്ദ്രൻ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ ശേഷം ഗംഗേട്ടൻ ഒരു തവണ അവിടെ വന്നിട്ട് പോയി, എന്നിട്ടും ഞങ്ങളോട് ഇങ്ങനെ ബാലേന്ദ്രൻ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടെന്ന് ഗംഗേട്ടൻ തുറന്നു പറഞ്ഞില്ലല്ലോ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ രാജീവനോട് ഗംഗേട്ടൻ പറയുന്നുണ്ടായിരുന്നു, ഒരു ദിവസം ഭ്രാന്ത് പിടിച്ച പോലെ നീലഗിരിയിലേക്ക് കയറി വന്നു, നീലഗിരി എൻ്റെ വീട്ടിലേക്ക് കയറി വന്നു ബാലേന്ദ്രൻ, എന്നിട്ട് എന്നോട് ചോദിച്ചു, കല്യാണത്തിന് മുന്നേ വൈജ ഒരു പെൺകുഞ്ഞിനെ ഇങ്ങനെ പ്രസവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഗംഗേട്ടൻ നിഷേധിക്കണമായിരുന്നു എന്നൊക്കെ ശിവൻ
പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിഷേധിക്കാൻ പറ്റില്ലായിരുന്നു. എല്ലാ തെളിവുകളോടും കൂടിയാണ് ബാലേന്ദ്രൻ അവിടെ നിന്ന് എന്നോട് സംസാരിച്ചത്. അപ്പോൾ എനിക്ക് സറണ്ടർ ആവില്ലാതെ വേറെ വഴിയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാജീവൻ പറയും, ഇതാണ് അവനവൻ തന്നെ പാരയാവുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്വന്തം ഇങ്ങനെ അനിയന്മാർക്കും പെങ്ങൾക്കും ഇങ്ങനെ പാരയായത് ഗംഗേട്ടനാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗംഗേട്ടനാണെങ്കിലും രാജീവിനോട് പറയുന്നുണ്ടായിരുന്നു, വൈജയുടെ എല്ലാ ചരിത്രവും അറിയാവുന്ന ബാലേന്ദ്രന് മുന്നിൽ ചെന്ന് നിങ്ങൾ വൈജയുടെ സദാചാരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത് സമ്മതിച്ചിരുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് പറയും. അപ്പോൾ ശിവൻ പറയുന്നുണ്ടായിരുന്നു, അവനെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടാണ് നമുക്കിട്ട് പണിതുകൊണ്ടിരുന്നത് എന്ന് പറയൂ കേട്ടോ. എന്നിട്ട് ശിവൻ പറയുന്നുണ്ടായിരുന്നു, അവനൊരു കൊലുക്കൂല്ല, അവൻ എന്ത് ചെയ്തിട്ടു എന്ന് പറയൂ കേട്ടോ. അപ്പോൾ രാജീവൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ഞങ്ങളോട് ഒരു വാക്ക് പറയായിരുന്നില്ലേ ഗംഗേട്ടാന്ന്. അപ്പോൾ ഗംഗേട്ടനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഞാൻ ആദ്യം വിചാരിച്ചത് ബാലേന്ദ്രൻ ഇങ്ങനെ വൈജയനോടെല്ലാം അങ്ങനെ തുറന്നു പറഞ്ഞ് കുടുംബം തകർക്കുന്നതാണ്. പക്ഷേ കഴിഞ്ഞ തവണ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ ആരോടൊന്നും തുറന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളത്. ഇനിയിപ്പോൾ സാവലി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ശിവൻ പറയുന്നുണ്ടായിരുന്നു, അതിനിപ്പോൾ ബാലേന്ദ്രനും പകരത്തിന് പകരം ചെയ്തില്ലേ, അവർക്ക് പരസ്പരം ക്ഷമിക്കാവുന്നല്ലേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് അന്ന് വൈജ 23 വർഷം മുന്നേ ഇങ്ങനെ പ്രസവിച്ച കുഞ്ഞ് മരിച്ചു പോയിട്ടില്ല എന്ന് പറയട്ടോ. ആ കുഞ്ഞ് ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗംഗേട്ടൻ അത് പറയുന്ന സമയത്ത് ശിവൻ ചോദിക്കുന്നുണ്ട്, ആ കുഞ്ഞ് മരിച്ചു പോയില്ലേ എന്ന്. അപ്പോൾ മരിച്ചു പോയിട്ടില്ല, അത് രാവുണ്ണിയമ്മാമനും അച്ഛനും കൂടെ നമ്മളെ വിശ്വസിപ്പിച്ചതാണ്, ആ കുഞ്ഞിനെ ഒരു ഓർഫനേജിൽ കൊണ്ടാക്കിയതാണെന്ന് പറയട്ടെ. അപ്പോൾ രാജീവൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ വൈജ പ്രസവിച്ച കുഞ്ഞ് ജീവനോടെ ഉണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ജീവനോടെ ഉണ്ട് എന്ന് മാത്രമല്ല നിങ്ങളുടെ കൺമുൻപിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയൂ കേട്ടോ. എന്നിട്ടാണ് ഗംഗേട്ടൻ പറയുന്നത്, അലീന അങ്ങനെ ബാലേന്ദ്രൻ്റെ മകളല്ല വൈജയുടെ മകളാണ് എന്നിങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ രാജീവനും ശിവനും ഒക്കെ. അപ്പോൾ രാജീവനും ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ അലീന ഇങ്ങനെ വൈജയുടെ മകളാണോ എന്ന്. പിന്നീട് ഗംഗേട്ടൻ പറയുന്നുണ്ടായിരുന്നു, ബാലേന്ദ്രൻ പറഞ്ഞതെല്ലാം കള്ളക്കഥയാണ്, അവന് കല്യാണത്തിന് മുന്നേ മറ്റൊരു സ്ത്രീയായിട്ട് ബന്ധം ഉണ്ടായിരുന്നു, അതിലൊരു മകളുണ്ട് എന്ന് പറഞ്ഞതെല്ലാം ബാലേന്ദ്രൻ വെറുതെ പറഞ്ഞതാണ്. അവനിങ്ങനെ നിങ്ങളെ ഇട്ട് ഇങ്ങനെ കളിപ്പിക്കുകയായിരുന്നു, അവൻ്റെ ചരടുവലിക്കനുസരിച്ച് നിങ്ങളിങ്ങനെ നിന്ന് കൊടുക്കുകയും ചെയ്തു, മണ്ടന്മാർ, മണ്ട ശിരോമണികൾ എന്നൊക്കെ പറയും. എന്നിട്ട് പിന്നെ അച്ഛനും അറിയായിരുന്നു വൈജയുടെ മകൾ ജീവിച്ചിരിപ്പുള്ളത്, അച്ഛനും അറിയായിരുന്നു അലീന വൈജയുടെ മകളാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ കഴക്കൂട്ടത്ത് പോയി ഇങ്ങനെ കഴക്കൂട്ടത്ത് ഓർഫനേജിൽ പോയിട്ട് അവളെ ഇങ്ങനെ ഹോം നേഴ്സായിട്ട് ബുക്ക് ചെയ്ത് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതും എന്ന് പറയുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്. പിന്നെ പ്രമോ കാണിക്കുന്നുണ്ട്, ബാലേന്ദ്രനും ശിവനും രാജീവനും എല്ലാവരും കൂടെ ബാലേന്ദ്രൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ അവരെ തടയുന്നുണ്ട് കേട്ടോ. എല്ലാവരും കൂടെ എങ്ങോട്ടാണ്, നിങ്ങൾ ചീത്ത ആൾക്കാരാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അലീനയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സുപ്രീം കോടതി വരെ അതുപോലെ തന്നെ മജിസ്ട്രേറ്റ് കോടതി വരെ ഞങ്ങളെ ഭരിപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അലീനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. പിന്നീട് വൈജ ഇനിയിപ്പോൾ ഇതെല്ലാം അറിയുമോ എന്നുള്ളൊരു പേടി ഗംഗേട്ടനും എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഗംഗേട്ടൻ പറയുന്നുണ്ടായിരുന്നു, വൈജ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നെങ്കിൽ അവൾ ഡിവോഴ്സിന് പോകും അല്ലെങ്കിൽ അവൾ സൂയിസൈഡ് ചെയ്യും എന്ന് പറയും കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, വൈജ ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ഭർത്താവിൻ്റെ സ്ഥാനത്തിരിക്കാൻ ഞാനും ഉണ്ടാവില്ല ഗംഗേട്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ. അപ്പോൾ ഇത്രയൊക്കെ കാണിച്ചത് പ്രമോല്. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്